ഹലോ ഫ്രണ്ട്സ്, ഇന്നാണ് കേട്ടോ നമ്മുടെ ക്ലിനിക്കിന്റെ ഇനാഗ്രേഷൻ. ഞാൻ അതിരാവിലെ തന്നെ എണീറ്റ് നമ്മുടെ ക്ലിനിക്കിലേക്ക് വന്നു. അപ്പോഴേക്കും നമ്മുടെ ചേട്ടന്മാര് ഡെക്കറേഷന് വേണ്ടിയിട്ടൊക്കെ വന്നായിരുന്നു കേട്ടോ. ഇത് അടിവാടുള്ള ചമിയ ഡെക്കറേഷനെയാണ് നമ്മൾ ഏൽപ്പിച്ചത്. അവരത് നന്നായിട്ട് ചെയ്യുന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് ഞാൻ സാരി എടുക്കാനായിട്ട് പോയിട്ടോ. അടിവാടുള്ള മിസ് വേൾഡ് ബ്യൂട്ടി പാർലറിലാണ് നമ്മൾ വന്നത്. എനിക്ക് നല്ല കംഫർട്ട് ആവുന്ന രീതിയിൽ ചേച്ചി എടുത്തു തന്നു കേട്ടോ. ഇനി അടിവാടുള്ള റോയൽ ബേക്കറി, നമ്മൾ കേക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവർ നമുക്ക് റെഡിയാക്കി തന്നു കേട്ടോ. അപ്പോഴേക്കും ഇവിടെ ബാക്കി കാര്യങ്ങളൊക്കെ റെഡി ആയിരുന്നു. നമ്മൾ പാർട്ണർഷിപ്പിലാണ് സെന്റർ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. പക്ഷെ നമ്മുടെ മെയിൻ പാർട്ട്നേഴ്സ് ഇവിടെ എത്തിയിട്ടില്ല. അവർ ഒമാനിലാണ് കേട്ടോ. അവരുടെ ആബ്സെൻസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. സാറിന്റെ ഫാദറിനെ തന്നെ നമ്മൾ ഇനാഗ്രേഷൻ സെറമണിക്ക് വേണ്ടിയിട്ട് വിളിച്ചു കേട്ടോ. രണ്ട് ഫാമിലിയിലെയും ഫാദേഴ്സ് ഒരുമിച്ചാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്തത്. അങ്ങനെ നമ്മുടെ പാരന്റ്സും റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലബ്ബാണ് കേട്ടോ ഹീറോയിൻസ്. ക്ലബിനെ റെപ്രസെന്റ് ചെയ്ത് ക്ലബിന്റെ പ്രസിഡന്റും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടത് നമ്മുടെ അടിവാടുള്ള ഷോപ്പ് ഓണേഴ്സ് ആണ് കേട്ടോ. പല ടൈമിലായിട്ട് അവരെല്ലാവരും വന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ കൗൺസിലിംഗ് സെന്ററിന് അടിവാട് ഫാമിലി മൊത്തം കൂടെ നിൽക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം ഒരു ആഘോഷം തന്നെയാണല്ലോ. അങ്ങനെ ഞാൻ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇവിടെ ഒഫീഷ്യലി ജോയിൻ ചെയ്തു കേട്ടോ. പിന്നെ കൗൺസിലിംഗിന് നെഗറ്റീവായിട്ട് പെർസീവ് ചെയ്യുന്നവർക്ക് ഇതൊരു ഹാപ്പി ന്യൂസ് ആയിരിക്കും. എന്താണ് ശരിക്കും കൗൺസിലിംഗ് എന്നൊക്കെ ഉള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അവിടെ കഴിഞ്ഞ് എല്ലാവരും പോയിട്ടോ. നമ്മുടെ സെന്ററിന്റെ തൊട്ട് താരെയുള്ള ഷോപ്പാണ് കാത്തീസ്. അടുത്ത ചേച്ചിമാരെ നമ്മുടെ അടുത്ത് വന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അവിടെ ഒന്ന് പോയി. പിന്നെ സ്കൂൾ വിട്ടു. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാവരും വന്നു കേട്ടോ. അങ്ങനെ അവർ വന്നു വർത്താനം പറഞ്ഞു കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത് പോയി. പിന്നെ അടുത്ത സെറ്റ് ഓഫ് നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് വന്നു കേട്ടോ. നമ്മുടെ ബിൻസീറ മാമിന്റെ പിള്ളേരെയും കൂടെ കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ 2 തവണ ഞാൻ കേക്ക് കട്ട് ചെയ്തു. പിന്നെ നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ മാം വന്നു കേട്ടോ. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.